താൻ ചെയ്യേണ്ട യാഗാദി കർമ്മത്തിനായിട്ട് വരനിൽ നിന്നും ഒരു ഋഷഭം, ഒരു പശു, അല്ലെങ്കിൽ 2 ഋഷഭം 2 പശു ഇവ വാങ്ങിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്ന വിവാഹത്തെ ആർഷ വിവാഹം എന്ന് പറയുന്നു. അതായത് ഒരു ബ്രാഹ്മണന് അല്ലെങ്കിൽ ബ്രാഹ്മണ പിതാവിന് തന്റെ യാഗകർമ്മത്തിനായിട്ട് എന്ത് ചെയ്യണം? വരനിൽ നിന്ന് ഒരു കാള, ഋഷഭം കാളയാണ്, ഒരു കാള ഒരു പശു, അല്ലെങ്കിൽ 2 കാള 2 പശു, ഇത് ഇതായിട്ട് തുകയായി വാങ്ങിയിട്ട് തന്റെ പെൺകുട്ടിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കും. അതിനെയാണ് ആർഷ വിവാഹം എന്ന് പറയുന്നത്. 3 ഒന്ന് ബ്രാഹ്മം, ദൈവം, പിന്നെ ആർഷം. അത് 4ാമത്തെ വിവാഹമാണ് പ്രജാപത്യ വിവാഹം. പ്രജാപത്യ വിവാഹം എന്ന് പറഞ്ഞാല് ഒരു ബ്രഹ്മചാരിയെ ക്ഷണിച്ചു വരുത്തി പൂജിച്ച് തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ 2 പേരും ധർമ്മങ്ങൾ ചെയ്തിരിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രാജാപത്യ വിവാഹം എന്ന് പറയും. പ്രജാപത്യ വിവാഹം എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയെ ക്ഷണിച്ചു വരുത്തി തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇതൊന്നുമില്ല, വേദാധ്യയനം നിർബന്ധമല്ല എന്ന ബ്രഹ്മചാരി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്, എന്താണെന്ന് കൃത്യമല്ല. അടുത്ത് ആസ്തുര വിവാഹം. അടുത്ത് പറയുന്നത് ആസ്തുര വിവാഹം. കന്യകയുടെ പിതാവ് ചോദിക്കുന്ന പണം കൊടുത്ത് കന്യകയെ ആഭരണങ്ങളാൽ അലങ്കരിച്ച് വിവാഹം ചെയ്ത് വാങ്ങുന്നത് ആസ്തുര വിവാഹം. അതായത് ഈ വിവാഹമൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന താഴ്ജ, അതായത് ബ്രാഹ്മണർക്ക് ഇതൊന്നുമില്ല. ബ്രാഹ്മണർക്ക് ആദ്യം പറഞ്ഞ ബ്രഹ്മവിവാഹം, പിന്നെ ദൈവവിവാഹം, പിന്നെ പ്രജാപതി വിവാഹം, അങ്ങനെയുള്ള ആർഷ വിവാഹം. ഈ വിവാഹങ്ങളാണ് ആർക്കുള്ളത്? ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ഷത്രിയർക്ക് പറഞ്ഞുള്ള വിഭാഗം ഇവർക്ക് മൂലമുള്ളത് പോലെ തന്നെ ഈ പറയുന്ന ആസ്ത്ര വിവാഹം. ആസ്ത്ര വിവാഹം എന്ന് പറഞ്ഞാല് കന്യകയുടെ പിതാവിന് പോയിട്ട് ഒരു ക്ഷത്രിയന്, വൈശ്യന് അദ്ദേഹത്തിനെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പിതാവിനോട് തന്റെ മകള് വിവാഹം ചെയ്ത് തരുമോ ചോദിക്കുന്നു. പിതാവ് ഒരു തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകളോ എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പൊ ചോദിക്കുന്ന പണമോ വസ്തുവകളോ കൊടുത്തിട്ട് കന്യകയെ വിവാഹം ചെയ്ത് വാങ്ങിക്കും. അതിനെയാണ് ആസ്ത്ര വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രധാനമായും ക്ഷത്രിയ വൈശ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്ന വിവാഹമാണ് ഈ ആസ്ത്ര വിവാഹം. കന്യകയെ ഒന്നുകൂടെ പറയാം. ആസ്ത്ര വിവാഹം എന്നാൽ കന്യകയുടെ പിതാവ് ചോദിക്കുന്ന പണം കൊടുത്ത് കന്യകയെ ആഭരണങ്ങളാൽ അലങ്കരിച്ച് വിവാഹം ചെയ്ത് വാങ്ങുന്നു. അതാണ് ആസ്ത്ര വിവാഹം. അടുത്ത് വരുന്നത് ഗാന്ധർവ വിവാഹം. ഗാന്ധർവ വിവാഹം നമുക്ക് എല്ലാവർക്കും അറിയാം. പുരുഷനും സ്ത്രീയും പരസ്പരം ഇഷ്ടപ്പെട്ട് വേണമെങ്കിൽ പിതാവിന്റെയും ഒക്കെ സമ്മതിദാനം ഇല്ലാതെ തന്നെ ചെയ്യുന്ന, പുരുഷനും സ്ത്രീയും പരസ്പരം അനുരാഗത്താൽ 2 പേരും സ്വയമേ ദാമ്പത്യം പ്രാപിക്കുന്നതാണ് ഗാന്ധർവ വിവാഹം. നമ്മൾ ഈ ഗാന്ധർവ വിവാഹം കേട്ടിട്ടുണ്ട്. നമ്മുടെ ശകുന്തളയുടെ കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഗാന്ധർവ വിവാഹം. അവിടെ പ്രധാനമായും സ്ത്രീയും പുരുഷനും പരസ്പരം അനുരാഗത്താൽ സ്വയമേ ദാമ്പത്യം പ്രാപിക്കും. അതാണ് ഗാന്ധർവ വിവാഹം. പിന്നെയുള്ള വിവാഹം എന്ന് പറയുന്നത് രാക്ഷസ വിവാഹം. രാക്ഷസ വിവാഹം എന്നാൽ ഒരുത്തൻ കന്യകയെ ആ കന്യകയുടെ ഗൃഹത്തിലുള്ള സുജനങ്ങളെ അടിച്ചും കൊന്നും ബലാത്കാരാണ് കൊണ്ടുപോകുന്നു. അതാണ് രാക്ഷസ വിവാഹം. അതായത് ഏതെങ്കിലും ഒരാൾ വന്ന് ആ കുടുംബത്തിലുള്ള സ്ത്രീയെ ഇഷ്ടപ്പെട്ടിട്ട് സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിലും അവരെ വിടുതുകളെയൊക്കെ അടിച്ചു കൊന്നിട്ട് ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് ആ രാക്ഷസ വിവാഹം എന്ന് പറയുന്നത്. അടുത്തുള്ള ഒരു വിവാഹം പൈശാചിക വിവാഹം. പൈശാചിക വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും നികഷ്ടമായ എന്ന് പറയുന്നത് ഒരു കന്യകയെ അവൾ ഉറങ്ങുമ്പോഴോ മദ്യപാനത്താൽ മതിമയങ്ങിയിരിക്കുമ്പോഴോ ബുദ്ധിക്ക് ഭ്രമം പിടിച്ചിരിക്കുമ്പോഴോ പുണരുന്നതിന്, അതായത് ഒരു പെണ്ണ്, ഒരു കന്യക ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ മദ്യപാനത്താൽ മതിമയങ്ങി ഇരിക്കുന്ന അല്ലെങ്കിൽ ബോധം കിട്ടുന്ന സമയത്ത് അവളെ ബന്ധപ്പെടുന്നതോ, ബുദ്ധിക്ക് തലക്ക് സുഖമില്ലാത്ത കുട്ടിയെ കന്യകയെ പുണരുക എന്ന് പറഞ്ഞാൽ ലൈംഗികബന്ധം ഏർപ്പെടുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന വിവാഹങ്ങളെയാണ് പൈശാചിക വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 8 1 2 3 4 5 6 7 8 വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 1 ബ്രഹ്മവിവാഹം, 1 ദൈവവിവാഹം, 3 ആർഷ വിവാഹം, 4 പ്രജാപത്യ വിവാഹം, 5 ആസുര വിവാഹം, 6 ഗാന്ധർവ വിവാഹം, 7 രാക്ഷസ വിവാഹം, 8 പൈശാചിക വിവാഹം. അങ്ങനെ 8 തരം വിവാഹങ്ങളെ കുറിച്ചാണ് മനുസ്മൃതി പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ 4 ആണ് ബ്രാഹ്മണൻ വിധിച്ചിട്ടുള്ളത്. ആദ്യത്തെ 6 ആർക്ക്? ക്ഷത്രിയനും വൈശ്യനും വിധിച്ചിട്ടുണ്ട്. മറ്റതൊക്കെ ശരിയായ രീതിയിലുള്ള അല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത്, പിന്നെ അങ്ങോട്ട് 40 അധ്യായങ്ങൾ അങ്ങോട്ട് പറയുന്നത് ഇങ്ങനെ സംയോഗം ചെയ്യേണ്ട സമയം,
അതെങ്ങനെ, അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. രാത്രിയിൽ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ദിവസം ചെയ്യണം, ഏതൊക്കെ ദിവസം ഋതുമതിയായിട്ട് എത്ര ദിവസങ്ങളിൽ ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ ക്ലിയർ പാടില്ല. ആക്കാവോ? 8 പറഞ്ഞു വിവാഹത്തെ കുറിച്ച്. അതിൽ ഒന്ന് ആർഷ വിവാഹവും വേറൊന്ന് അതുപോലുള്ള ഒരെണ്ണം, അതെനിക്ക് തിരിഞ്ഞില്ല. ആർഷ വിവാഹം എന്ന് പറയുന്നത് 8 വിവാഹത്തിൽ ആദ്യത്തെ ബ്രഹ്മവും ദൈവവും ഒക്കെ മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ ആർഷ വിവാഹം പിന്നെ വേറെ അതേപോലെ ആർഷ വിവാഹം എന്ന് പറയുന്നത് അതായത് നമ്മള് ആശ്രമമാണോ ചോദിച്ചേ? ഇപ്പൊ മനസ്സിലായി. ആർഷ ക്ലിയർ ആയോ? ആയി, പറഞ്ഞോളൂ. ഓക്കെ. അതിനുശേഷം പിന്നീട് ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിൽ ബന്ധപ്പെടണം, ഏതൊക്കെ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ പാടില്ല, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അത് തുടർന്ന് വരുന്നത്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ അതും ഒരു വായിക്കുന്നില്ല. പിന്നെ അതിനുശേഷം പറയുന്നത് പിതാവ് ഒരിക്കലും പണം വാങ്ങി കന്യകയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് ഉചിതമല്ല എന്നാണ് വിവാഹത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് കൊടുത്താലും ആ സ്ത്രീയെ, പെൺകുട്ടിയെയും സഹോദരങ്ങളും അപ്പനും ഒക്കെ നോക്കണം, അവൾക്ക് ആവശ്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയുന്ന കുറെ കാര്യങ്ങള് അതിൽ പറയുന്നുണ്ട്. അതാണ് വിവാഹം എന്ന് പറയുന്ന മനുസ്മൃതിയിലെ 3-ാമത്തെ അധ്യായത്തിലെ വിവാഹം എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. അതിനകത്ത് ഈ പറയുന്ന വിവാഹം കഴിച്ച് കൊടുത്താൽ തന്നെയും നിങ്ങൾ ആ പെണ്ണുമായി ബന്ധം നിലനിർത്തണമെന്നും അവൾക്ക് ആവശ്യമുള്ള കുടുംബത്തിൽ എന്ത് നല്ല കാര്യം നടന്നാലും ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്നും, പിന്നെ തുണിയും മറ്റു വസ്ത്രങ്ങളും മറ്റ് ആഭരണങ്ങളും കൊണ്ട് കൊടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ ചില കാര്യങ്ങൾ പറയുന്നത് ഈ ബ്രാഹ്മണ പുരുഷൻ താഴ്ന്ന ജാതിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ ചടങ്ങുകൾ എന്താണെന്ന്. അത് പറയുന്നത് ക്ഷത്രിയ സ്ത്രീ ബ്രാഹ്മണനെ ഭരിക്കുമ്പോൾ ആ ബ്രാഹ്മണൻ ദണ്ഡത്തെ പിടിച്ചുകൊണ്ടിരിക്കും. അതായത് ബ്രാഹ്മണൻ വടി പിടിച്ച് നിൽക്കണം വിവാഹം കഴിക്കുമ്പോൾ ക്ഷത്രസ്ത്രീ കിട്ടുമ്പോൾ. മേൽപ്രകാരം വൈശ്യസ്ത്രീ ആണ് ഒരു ബ്രാഹ്മണനെ കിട്ടുകയാണെങ്കിൽ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചാട്ടക്കയറിന്റെ അറ്റത്തെ പിടിച്ചുകൊണ്ടിരിക്കണം. ശൂദ്രസ്ത്രീയാണ് ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തെ പിടിച്ചുകൊണ്ടിരിക്കണം. ആ വിവാഹം കഴിക്കുമ്പോഴൊക്കെ അതിന് ചടങ്ങുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് സ്ത്രീകളെ ഋതുകാലം അതനുസരിച്ച് കിട്ടണം. 4 ദിവസം ഏതൊക്കെ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, ഋതി പാടില്ല. അതായത് ഏകാദശി, ത്രയോദശി ഈ 2 ദിവസങ്ങളും ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഋതുമതിയാകുമ്പോൾ ആദ്യ 4 ദിവസം ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ 8, 10 ഇരട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ ആൺകുട്ടിയും, ഒറ്റ ദിവസത്തിൽ ബന്ധപ്പെട്ടാൽ പെൺകുട്ടിയുമാകും എന്നൊക്കെ പറയുന്ന പഴയ ചില കഥകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെ അതിലും പറയുന്നത്. അതൊക്കെയാണ് ഈ ഹൈന്ദവ പഴയ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നത്. അതായത് പുരുഷ സന്തതി ഇച്ഛിക്കുന്നവർ ഇരട്ട ദിവസം രാത്രികളിലും, സ്ത്രീ സന്തതി ഇച്ഛിക്കുന്നവർ ഒറ്റ ദിവസം രാത്രിയിലും സ്ത്രീകളെ പ്രാപിക്കണം എന്നാണ്. പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് വിടുന്നു. പിന്നെ അങ്ങോട്ട് അടുത്ത ഭാഗം എന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞം. അത് ഇതാണ് ഈ പറയുന്ന വിവാഹമാണ് ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പറയുന്നത് യജ്ഞത്തെ കുറിച്ചാണ്. ആ യജ്ഞം, പിന്നെ ശ്രാദ്ധം, പിതൃബലി എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്. അത് 91-ാമത്തെ സൂക്തം മുതലാണ് ഈ യജ്ഞവിധികളെ കുറിച്ച് പറയുന്നത്. വിവാഹം അതിനു മുമ്പേ ഉള്ള 1 മുതൽ 90 വരെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന വിവാഹം എന്ന വിഭാഗത്തെയും, വിവാഹത്തിന് ശേഷം വിവാഹം കഴിച്ചു കൊടുക്കുന്ന പെണ്ണിന് പിന്നെ പുരുഷന്റെ അല്ലെങ്കിൽ പിതാവിന്റെയും സഹോദരനും ഒക്കെ ചെയ്യേണ്ട, അതിനുശേഷവും ബന്ധം തുടരണം തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പഞ്ചമഹായജ്ഞം. അതിനകത്ത് 91-ാമത്തെ ബലി കൊടുക്കുന്നതിനെ കുറിച്ചാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. 3-ാമത്തെ അധ്യായത്തിന്റെ ബലി, പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് തുടങ്ങുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ എത്രാമത്തെ വചനം മുതൽ എന്ന് വെച്ചാല് 68-ാമത്തെ വചനം മുതലാണ് പഞ്ചമഹാ. 67 വചനങ്ങൾ, 1 മുതൽ 67 വരെയുള്ള സൂക്തങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിവാഹത്തെ കുറിച്ച്. അതിനുശേഷം പിന്നീട് പറയുന്നു അതിന് 91-ാമത്തെ വചനമാണ് തുടങ്ങുന്നത് പിതൃബലി തർപ്പണം. അതാണ് യജ്ഞവിധിയുടെ പിതൃബലി തർപ്പണം തുടങ്ങുന്നത് 91-ാമത്തെ വചനം. അത് നോട്ട് വെച്ചുള്ള ആവശ്യമുള്ളത് 91-ലാണ് പിതൃബലി തർപ്പണം. വിശ്വദേവന്മാരും പകൽക്കാലം സഞ്ചരിക്കുന്ന പ്രാണികൾക്കും രാത്രികാലം സഞ്ചരിക്കുന്ന പ്രാണികൾക്കും മുറ്റത്ത് വെച്ച് ആകാശത്തെ ഉപേക്ഷിച്ച് ബലി കൊടുക്കണം. പിന്നെ പറയുന്നതാണ് സർവന്തരാമയ്ക്ക് മൊത്തമേലോ തന്റെ പുറകുവശത്തോ ബലി കൊടുക്കേണ്ടതാണ്.
പിതൃകൾക്ക് എല്ലാ ബലിവിശേഷത്തെയും തെക്ക് മുഖമായി മുട്ടുകുത്തിയിരുന്ന് ബലി കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ബലി തുടങ്ങുകയാണ് അങ്ങോട്ട്. അടുത്ത് പറയാണ് ശേഷം പറയുന്ന കാര്യം 92-ാമത്തെ വചനം നോക്കൂ. അത് നമ്മൾ ബലി കൊടുക്കേണ്ട ചടങ്ങുകൾ പറയുന്നു, എങ്ങനെ ബലി കൊടുക്കണം, എങ്ങോട്ട് നോക്കിയിരിക്കണം. അതിനുശേഷം പാകം ചെയ്തിരിക്കുന്ന അന്നത്തിൽ നിന്ന് ഉറയെടുത്ത് നായി, പതിതൻ, ചണ്ടാലൻ, തീരാവ്യാധിക്കാരൻ, കാക്ക, കൃമി ഇവയ്ക്ക് ശുദ്ധഭൂമിയിൽ നിന്ന് സാവധാനത്തിൽ ബലിവെക്കേണ്ടതാകുന്നു. ഇതിനെ ഭൂതയജ്ഞം എന്ന് പറയും. അതായത് മണ്ണിന് കൊടുക്കണം ആദ്യം. ഏറ്റവും വൃത്തികെട്ടതെല്ലാം കളയാൻ വേണ്ടി നമ്മൾ ഈ ബലിയർക്കുമ്പോൾ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കുമെന്ന് പറയില്ലേ, അതാണ് പരിപാടി. അതിന് പറയുന്നത് ബലി കൊടുക്കുമ്പോൾ അതിന് ആ ബലി വയ്ക്കും തർപ്പണത്തിൽ നിന്ന് ആ പിണ്ടത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആർക്ക് കൊടുക്കണം എന്നറിയാവോ? അത് ആരൊക്കെ പറഞ്ഞിരിക്കുന്നു നോക്കൂ. ഒന്ന് നായി, ഒന്ന് പതിതൻ, ചണ്ടാളൻ, തീരാവ്യാധിക്കാരൻ, കാക്ക, കൃമി ഇവയ്ക്ക് കൊടുക്കണം. അതായത് ചണ്ടാളൻ എന്ന് പറയുന്നത് ഈ ശൂദ്രൻ താഴെയുള്ളവരെല്ലാം ചണ്ടാളന്മാരാണ്. ഇവര് പറയുന്ന ഇഴവൻ, പറയൻ, പുലയൻ ഈ പറയുന്നവരെല്ലാം ചണ്ടാളന്മാരാണ്. അപ്പൊ ചണ്ടാളന്മാരെ ഈ മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത് കണക്കൂട്ടിരിക്കുന്ന ആരായിട്ട് അറിയാമോ? നായ്ക്കൾ, പതിതൻ പ്രഥം സൃഷ്ടനാണ്. അപ്പൊ ചണ്ടാളൻ, തീരാവ്യാധിക്കാരൻ, കാക്ക, കൃമി ഇവരെല്ലാം തുല്യത. കൃമിക്കും കാക്കയ്ക്കും നായയ്ക്കും തുല്യനായിട്ടാണ് ചണ്ടാളന്മാരെ മനുസ്മൃതിയിൽ മനു ട്രീറ്റ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആ 92-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത്രയും മോശമായി നോക്കൂ. ഒരു ശ്രാദ്ധം നടത്തുന്നത് നമ്മൾ പിതാക്കൾക്ക് പിതൃക്കൾക്ക് ബലി വെക്കുമ്പോ ബലി നമ്മളിപ്പോ കാക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ നമ്മള് കള്ളു കുടിക്കുമ്പോ കാക്ക പിതൃക്കൾക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഈ ഏറ്റവും കളയുക എന്നുള്ളതാണ്. അതിനെ വേസ്റ്റ് ആക്കി അത് മറ്റേ കണ്ണുവിടാതിരിക്കാൻ കൊടുക്കുന്ന പറഞ്ഞ പോലെ അതാണ് കൃമിക്കും കാക്കയ്ക്കും നായയ്ക്കും പതിതനും ചണ്ടാളനൊക്കെ ഒരു മനുഷ്യരായി പോലും കൂട്ടുന്നില്ല. കൃമിക്കും നായയ്ക്കും തുല്യമായിട്ടാണ് കൂട്ടുന്നത്. അതാണ്. എന്നിട്ടാണ് ഇവരുടെ ജാതിയില്ല എന്ന് പറയുന്നത്. നമുക്ക് ഒരു വായിച്ച് നോക്കിയാലല്ലേ ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളൂ. 92-ാമത്തെ വചനം 3-ാമത്തെ അധ്യായം അതിലാണ് പറയുന്നത്. അതിനാണ് ജാതി വ്യവസ്ഥ ഏറ്റവും ബീഭത്സമായ ജാതി വ്യവസ്ഥ. നായി, പതിതൻ, ചണ്ടാളൻ, കൃമി, കാക്ക എല്ലാം ഒപ്പം തന്നെ. അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് ആദ്യത്തെ തന്നെ പറയുന്നത് പിന്നെ എങ്ങനെയൊക്കെ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ആദ്യം ആര് കഴിക്കണം, അത് പിന്നെ ഇതൊക്കെ പിണ്ടം വെച്ചാൽ ആർക്ക് ആദ്യം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുന്നു 99-ാമത്തെ വചനം മുതൽ. അപ്പൊ നമ്മൾ ഏതൊക്കെ ബ്രാഹ്മണത വെച്ച് നമ്മൾ പിതൃബലി നടത്തണം എന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ 99-ാമത്തെ വചനം മുതൽ എന്താണ് ഈ അതിഥികളെ കുറിച്ച് പറയുന്നത്. തന്റെ വീട്ടിൽ ക്ഷണിക്കാതെ, അത് 99-ാമത്തെ വചനം, തന്റെ വീട്ടിൽ ക്ഷണിക്കാതെ വന്ന അതിഥിയെ ജലം കൊടുത്ത് കാൽ കഴുകിച്ച് അപ്പോൾ അവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും കൂടി ഭുജിപ്പിച്ച് ഉപചരിക്കേണ്ടതാണ്. അതായത് ഒരു വീട്ടിൽ തന്നെ ബ്രാഹ്മണനായ അതിഥി വന്നാൽ അവൻ എന്ത് ചെയ്യണം? കാല് കഴുകി ജലം കൊടുത്ത് വേണം. അപ്പൊ കൊയ്ത ശേഷം നോക്കൂ, ആ ബ്രാഹ്മണൻ നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതാണ് പറയുന്നത്. കൊയ്ത ശേഷം വയലിൽ കിടക്കുന്ന നെന്മണികളെ പെറുക്കിക്കൊണ്ടുവന്ന് അത് കൊണ്ട് ഉപജീവിച്ചാലും പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്താലും അതിഥിയായി വന്ന ബ്രാഹ്മണന് അന്നം കൊടുക്കാതിരുന്നാൽ എല്ലാ സുഹൃതങ്ങളും ഇല്ലാതാകും. നോക്കൂ, അതായത് നീ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ വന്നിട്ട് നീ അവന് അന്നം കൊടുത്തില്ലെങ്കിൽ നീ പഞ്ചാഗ്നി മധ്യയെ തപസ് ചെയ്താൽ പോലും കിട്ടുന്ന സുഹൃതങ്ങളെല്ലാം നിനക്ക് എന്ത് ചെയ്യും? അതെല്ലാം നശിച്ചു പോകും. അങ്ങനെയുണ്ട്. അതിഥികൾക്ക് അന്നം കൊടുക്കത്തക്ക ശക്തി ഇല്ലാതിരുന്നാലും ക്ഷയിക്കുന്നതിനുള്ള ഉപകരണം, വിശ്രമിക്കുന്നതിനുള്ള സ്ഥലം, ദാഹശമനത്തിനുള്ള ജലം, പ്രിയ വചനം ഇവയെങ്കിലും കൊടുക്കണം. അതാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് അതിനെ കുറിച്ച് വീണ്ടും തുടർന്ന് പോകുന്നു. നമ്മൾ ഒരു ഉദാഹരണം, രാത്രിയിൽ പുതുതായി വന്നിരിക്കുന്ന അതിഥിയെ നമ്മൾ ഇന്നലെ രാത്രിയിൽ പുതുതായിട്ട് ഒരാൾ വന്നാൽ അതിഥിയെ വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കണം. തന്റെ ഗ്രാമത്തിൽ പാർക്കുന്നവനും തന്റെ ഉപജീവനത്തിനായി വിഘടനായി നടക്കുന്നവനും നമ്മൾ പത്നിയോട് കൂടിയായിട്ട് വരുന്നവനെ എന്ന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് കുറെ കണക്കുകൾ. താഴ്ന്നജാതിപ്പെട്ടവൻ വന്നാൽ അവനെ ഇരിക്കേണ്ട കാര്യമില്ല, കാര്യങ്ങൾ പറയുന്നു. പിന്നെ 110-ാമത്തെ വചനത്തിൽ പറയുന്നു, ബ്രാഹ്മണന് ക്ഷത്രിയ വൈശ്യന്മാരും ക്ഷത്രിയന് വൈശ്യശൂദ്രന്മാരും വൈശ്യന് ശൂദ്രനും താഴ്ന്ന ജാതികളാകുന്നത് കൊണ്ട് ഇഷ്ടൻ, പങ്കുകാരൻ ഇവർ തന്റെ ബന്ധുക്കളാകൊണ്ടും ആചാര്യൻ തനിക്ക് യജമാനാകൊണ്ടും ഇവരെ അതിഥികളുടെ ക്രമത്തിൽ പൂജിക്കരുത്. അതായത് ബ്രാഹ്മണന്റെ വീട്ടിൽ ക്ഷത്രിയം വന്നാൽ പൂജിക്കേണ്ട കാര്യമില്ല, ക്ഷത്രന്റെ വീട്ടിൽ ബ്രാഹ്മണൻ വന്നാൽ അവൻ പൂജിക്കണം. അതായത് മേൽജാതിക്കാരന്റെ വീട്ടിൽ താഴ്ജാതിക്കാരൻ വന്നാൽ അവനെ പൂജിക്കേണ്ട കാര്യമില്ല, താഴ്ന്ന ജാതിക്കാരന്റെ വീട്ടിൽ മേൽജാതിക്കാരൻ വന്നാൽ അവനെ പൂജിക്കണം. കണ്ടല്ലോ.